രാജിവെക്കുവാനുള്ള നിർദ്ദേശം നൽകട്ടെ എന്ന കാര്യം ഇതിനനുകൂലമായിട്ട് CPM-ന്റെ പ്രതിനിധി ഉൾപ്പെടെ പെരുമാറണമായിരുന്നു എന്നാണോ? അല്ല, ഇതിനകത്ത് സിൻഡിക്കേറ്റ് കൊടുത്തിരിക്കുന്ന ശുപാർശക്കകത്ത് ഉചിതമായ നടപടി സ്വീകരിക്കാനാണ്. ഉചിതമായ നടപടി സ്വീകരിക്കണമോ അതല്ല പ്രിൻസിപ്പാളിൻ്റെ രാജി ആവശ്യപ്പെടണമോ അത് സംബന്ധിച്ചാണ് വോട്ടെടുപ്പ് നടന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ വന്നത്. അത് സംബന്ധിച്ച് സ്വാഭാവികമായി ഇതൊരു വിദ്യാർത്ഥി സമരത്തിൻ്റെ ഒരു മുഖ്യമായ ആവശ്യമാണ്. ആ ആവശ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പര്യാപ്തമായ തെളിവുകളെല്ലാം ഇവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. പല നിരക്ക് ഇൻറ്റേർണലിൻ്റെ കാര്യം, അറ്റൻഡൻസിൻ്റെ കാര്യം, ജാതി പേര് പറഞ്ഞ് ആക്ഷേപിച്ചതിൻ്റെ കാര്യം, ഹോസ്റ്റൽ റൂമുമായി ബന്ധപ്പെട്ട് ക്യാമറകൾ വെച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ വളരെ ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ആരോപണം വെച്ച് തന്നെ ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, സ്റ്റാറ്റ്യൂട്ടിനകത്ത് ഇതില്ല എങ്കിൽ ഇവരെ നയിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം സർവകലാശാലയ്ക്കുണ്ട്. അവർക്ക് ആ പ്രിൻസിപ്പാൾ തസ്തികയിലേക്ക് അവർക്ക് തുടരുന്നതിന് വേണ്ടി കൊടുത്ത അപ്രൂവൽ പിൻവലിക്കുന്നതിന് വേണ്ടി അവരോട് വിശദീകരണം ചോദിച്ച് ഞാൻ ആവർത്തിക്കുകയല്ല. അങ്ങനെയുള്ള വഴികളെല്ലാം ഉണ്ട്. ആ വഴികൾ സ്വാഭാവികമായും നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്താതെ സർക്കാരിന്റെ മുന്നിലേക്ക് തീരുമാനം എറിഞ്ഞു കൊടുത്തുകൊണ്ട് സർക്കാരിനെ ഒരു പുലിവാല് പിടിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? ഇതിൽ AIYF-ന് വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെ പോയാൽ മതിയോ? എങ്ങനെ ഈ തർക്കത്തിന് ഒരു പരിഹാരം ഉണ്ടാകും? AIYF-നും നിർദ്ദേശിക്കാവുന്നതാണല്ലോ, സമരരംഗത്തുള്ള സംഘടനയാണല്ലോ. സർക്കാരിനെ പുലിവാല് പിടിപ്പിച്ചു എന്നുള്ള വ്യാഖ്യാനത്തിലേക്കല്ല, സർക്കാരിന് മുന്നിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതിനകത്ത് ഇനി സർക്കാരിന് ഇടപെടാനുള്ള സാധ്യതകളുണ്ട്. പ്രിൻസിപ്പാളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങൾ ഈ സ്ഥാപനം തന്നെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് അഭിപ്രായം പറഞ്ഞ സംഘടനയാണ്. അതിനുള്ള സാധ്യതകൾ ആരായണം. അല്ല, ഇത് പ്രിൻസിപ്പാൾ രാജിവെക്കണോ വേണ്ടയോ? പ്രിൻസിപ്പാൾ രാജിവെച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ സമരം പിൻവലിക്കാൻ തയ്യാറാണ്. അഫിലിയേഷന്റെ കാര്യമൊന്നും അവർക്ക് പ്രശ്നമല്ല, ആ വിഷയം അവർ ഉന്നയിക്കുന്നുമില്ല. പ്രിൻസിപ്പാൾ രാജിവെക്കണം എന്ന കാര്യമാണ്. ഇതിൽ AIYF-ന്റെ നിലപാട് ഇപ്പോഴും പ്രിൻസിപ്പാൾ രാജിവെക്കണമെന്നാണോ? സർക്കാരിന് പക്ഷേ അതിൽ പരിമിതി ഉണ്ട് എന്നും AIYF-ന് വ്യക്തമാണല്ലോ. സിൻഡിക്കേറ്റിനും അതിന് പരിമിതി ഉണ്ട് എന്ന കാര്യം AIYF-ന് വ്യക്തമാണല്ലോ. അപ്പോൾ സർക്കാരിനെ പുലിവാല് പിടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ AIYF ഇപ്പോൾ ചെയ്തു വരുന്നത്? പ്രിൻസിപ്പാൾ രാജിവെക്കണമെന്നുള്ള വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കേണ്ടത്. അതിലേക്കാണ് സർക്കാർ എത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതെന്നാണ് AIYF പറയുന്നത്. അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. അഡ്വക്കേറ്റ് A.A. റഹീം, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ? AKG സെന്ററിലെ ഈ ചർച്ച അതെന്തായാലും നെഗറ്റീവായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ BJP തന്നെ ആരോപിച്ചത് താങ്കൾ കേട്ടുവല്ലോ. അത്ര തൃപ്തിയിലല്ല AIYF ഇക്കാര്യത്തിൽ ഈ AKG സെന്ററിലെ ചർച്ചയിൽ. എനിക്ക് അതുൾപ്പെടെയുള്ള ഒരു 3 കാര്യങ്ങളിൽ പറയാൻ അവസരം. അത് ആദ്യം പറയണം. അത് ആദ്യം ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്ന ആളല്ല ഞാൻ, അങ്ങേക്കറിയാലോ. AKG സെന്ററിൽ ചർച്ച നടത്തിയത് മഹാപരാധമല്ല. ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണോന്നും ഞാൻ സ്ഥിരീകരിക്കുന്നില്ല, എനിക്കറിയത്തില്ല. രാഷ്ട്രീയമായി ഇടപെടേണ്ടത് തന്നെയാണ്, വേണ്ടതാണ്. ഒരു സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. 2, ശ്രീ സുരേഷ് ചോദിച്ചു തുടങ്ങിയ കാര്യമാണ്. സുരേഷ് കുറേ ലിസ്റ്റ് എടുത്ത് ചോദിച്ചു, ഏതാ അതുണ്ടോ ഇതുണ്ടോ ഒരുപാട് ചോദിച്ചു. അങ്ങ് ഈ ചോദ്യങ്ങളെല്ലാം പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ചർച്ച തീരുന്നതിന് മുമ്പ് ഇതെല്ലാം അറിയാൻ പറ്റും. അങ്ങ് പെട്ടെന്ന് അങ്ങയുടെ പാർട്ടിയുടെ നേതാവായ അയ്യപ്പൻ പിള്ള, ഇതിൻ്റെ വലിയ ആളാണ്. ശ്രീ നാരായണ നേര് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആൾ ശ്രീ അയ്യപ്പൻ പിള്ളയാണ്. അദ്ദേഹത്തെ പെട്ടെന്ന് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ഞങ്ങളെ കൂടി അവന്ന് അറിയിച്ചാൽ ഞങ്ങൾ കൂടി മനസ്സിലാക്കാം. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പാറുവിനെ മാറ്റാത്ത ആൾക്കാരാണ് ഇവിടെ വന്ന് ഒരു കോളേജിന് മുമ്പിൽ ഒരു പ്രിൻസിപ്പളിനെ മാറ്റാൻ വേണ്ടി കിടക്കുന്നത്. അവിടെ നിൽക്കട്ടെ. അടുത്ത് ശ്രീ ആനന്ദ് ഉന്നയിച്ച കാര്യം, ഇവിടെ ഞാൻ പറയട്ടെ, അടുത്ത് പറയട്ടെ. അവരുടെ നിലപാടിനെ കുറിച്ച് അദ്ദേഹത്തോടൊന്ന് പറയുന്നു. അല്ല, അദ്ദേഹം നിർത്തിയില്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറ്റില്ല. സുരേഷ് നിർത്തുക, കാരണം ഒരുപാട് പേർ ചർച്ചയിലുള്ളതാണ്. റഹീം, ശ്രീ ആനന്ദ് ഉന്നയിച്ച ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത് അവിടെ ഇതേ ഫ്ലോറിലിരുന്ന്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്, ഇതേ ഫ്ലോറിലിരുന്ന് മെനിഞ്ഞാന്ന് ഈ സിൻഡിക്കേറ്റിന്റെ തലേനാള് നിങ്ങളുടെ നേതാവായ ശ്രീ ജ്യോതികുമാർ ചമക്കല പറഞ്ഞു. ഞാൻ പറയട്ടെ, പ്ലീസ് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല, മാന്യത കാണിക്കണം. ഞാൻ ഒന്നും ഇടപെട്ടില്ല, അവിടെ എനിക്ക് ഇടപെടാമായിരുന്നു. 2, ഇവിടെ ഈ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യത്തിലെ തർക്കമുള്ളൂ. 8 പ്രപ്പോസലാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ
ഇതുമായി ബന്ധപ്പെട്ട് വാദമുഖം ഉന്നയിക്കുന്ന ശ്രീ മഹേഷ് കക്കത്ത് ഉൾപ്പെടെയുള്ളവർ ഈ 8 വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ 8-ൽ വളരെ പ്രധാനപ്പെട്ടതെല്ലാം താഴോട്ട് വരുന്നതാണ്. ഈ പറയുന്ന ഒരു രണ്ടാമത്തെ ഭാഗം, ഈ രണ്ടാമത്തെ പോയിന്റിൽ മാത്രമേ തർക്കമുള്ളൂ. അത് ഞാൻ വായിക്കാം. ദ സിൻഡിക്കേറ്റ് ഫർദർ റിസോൾവ് ടു ഫോർവേഡ് ദ റിപ്പോർട്ട് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദി മാനേജ്മെന്റ് ഫോർ ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഫർദർ കോഴ്സ് ഓഫ് ആക്ഷന് പകരം ഇവരെ പുറത്താക്കണം എന്ന് എഴുതണമെന്നായിരുന്നു. ശ്രീ നാഗരാജ് നാരായണൻ നേരത്തെ വാദിച്ചത് കേട്ടല്ലോ. ഞങ്ങൾ തയ്യാറാക്കിയ കുറ്റപത്രമെന്ന് നിങ്ങളെല്ലാം വിശേഷിപ്പിച്ച യുനാനിമസായി അംഗീകരിച്ച റിപ്പോർട്ടിന്റെ പോലും ലീഗൽ ആസ്പെക്റ്റിലെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് കോടതി പോകാൻ നിൽക്കുകയാണ് അവർ. അതാണല്ലോ ഇപ്പോൾ സൂചിപ്പിച്ചത്. അവർക്ക് സ്റ്റാറ്റ്യൂട്ടിലോ ആക്ടിലോ യാതൊരുവിധ പ്രൊവിഷനും ഇല്ലാത്ത ഒരു പദം എഴുതി ചേർക്കണമെന്ന് പറയുന്നത് ശ്രീ നാഗരാജ് നാരായണനും അദ്ദേഹത്തിന്റെ മാനേജ്മെന്റിനും ഡോക്ടർ ലക്ഷ്മി നായർക്കും കോടതിയിൽ പോയി പരിരക്ഷ കൊടുക്കാനുള്ള ഉപാധി നിങ്ങളായിട്ടുണ്ടാക്കലാണ്. 2, ഇതിൽ ഞാൻ പറയട്ടെ സാർ, പറയട്ടെ, ഏത് തരത്തിലായാലും ഇതിലൊരു വോട്ടെടുപ്പ് വരികയും 2 അഭിപ്രായമുണ്ടെന്നും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മേൽക്കൈക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചതാണ്. ഇതാണ് 2. അവർ മാത്രമല്ല CPI ശ്രമിച്ചില്ല. ഞാൻ അതിലേക്ക് അടുത്ത് വരാം. മഹേഷ് കക്കത്തിനെ ഞാൻ മറന്നിട്ടില്ല. മഹേഷ് കക്കത്തിനെ കുറിച്ച് അങ്ങ് ചോദിച്ചു. അല്ല, ഞാൻ മഹേഷ് കക്കത്ത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ശ്രീ പ്ലീസ് ഞാൻ പറഞ്ഞു മഹേഷ് കക്കത്തിന് മറുപടി പറയാം. ഞാൻ അങ്ങനെ കേൾക്കാം. എനിക്ക് മുന്നണിയിൽ തന്നെയുള്ള ഒരു പരസ്പരം എനിക്ക് ശ്രീ മഹേഷ് കക്കത്തുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉച്ച മുതൽ ഇപ്പോൾ മഹേഷ് കക്കത്ത് ഇപ്പോൾ വാദിക്കുന്നത് എന്താ? മഹേഷ് കക്കത്ത് പറഞ്ഞത് സിൻഡിക്കേറ്റ് ഈ തീരുമാനം, ഈ വാക്കിനെ സംബന്ധിച്ച് തർക്കം വന്നപ്പോഴാണ് അവർ ഉന്നയിക്കാനിടയായ സാഹചര്യമാണ്. ശ്രീ മഹേഷ് കക്കത്തെ, മാതൃഭൂമി ചാനൽ ഇന്നലെ നിങ്ങളുടെയും എൻ്റെ പ്രതികരണവും ചേർത്ത് ഹെഡ്ലൈനായി പോയത് സമയപ്പെടാം ഉച്ചയ്ക്കാണ്. താങ്കൾക്ക് വല്ല ദിവ്യദൃഷ്ടിയുമുണ്ടോ, ജ്യോതിഷത്തിൻ്റെ പണിയുണ്ടോ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ നന്ന്. വൈകുന്നേരം ഇത് നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് എങ്ങനെയാണ് മഞ്ജുഷയെ പറയുന്നത്? എങ്ങനെയാ പറയാ? അല്ലല്ല, അദ്ദേഹം ഒരു സെക്കൻഡ് ഞാൻ പറയാം. മഹേഷ് ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം ഇതാണ്. ഉപസമിതി റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ആ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ ശുപാർശകളൊന്നുമില്ല, അത് സംശയകരമാണ്. താങ്കളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എ റഹീമിന്റെ പേര് എടുത്തു പറഞ്ഞാണ് പറഞ്ഞത്. അല്ലല്ല, അദ്ദേഹം അന്നേരം ഉദ്ദേശിച്ചത് അതാണ്, ഉപസമിതി റിപ്പോർട്ടിലെ കാര്യമാണ്. അതിനുശേഷമാണല്ലോ സിൻഡിക്കേറ്റ് ചർച്ച വന്നത്. അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചത് അതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനതിന് മറുപടിയും കൊടുത്ത ആളാണല്ലോ, ഫേസ്ബുക്കിലും അല്ലാതെ നേരിട്ടും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതല്ല, അത് ഞാനും നിങ്ങൾ കേട്ടെ. 2, ഈ റിപ്പോർട്ട് ഒരുവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങളും കൂടാതെ പോകണം. ഇത് നമ്മളെ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് അന്വേഷിക്കാനാണ്, ഫൈൻഡിങ്സിനാണ്. ആ ഫൈൻഡിങ്സ് ഞങ്ങളെ ഈ ചുമതല ഏൽപ്പിച്ച സിൻഡിക്കേറ്റിന്റെ മേശപ്പുറത്ത് വെക്കുന്നു. ഉചിതമായ നടപടിക്രമങ്ങൾ സിൻഡിക്കേറ്റ് തീരുമാനിക്കട്ടെ എന്ന് ആർ ലതാദേവി XMLA, നിങ്ങളുടെ CPIയുടെ പ്രതിനിധി, ഞാൻ, അതിനകത്തിരിക്കുന്ന മുഴുവൻ പേരും ഐകകണ്ഠേന എടുത്ത തീരുമാനമാണ്. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് ആ നിർദ്ദേശത്തിന്റെ ചുവട്ടിൽ, ഈ റിപ്പോർട്ടിന്റെ ചുവട്ടിൽ എഴുതി ചേർത്തില്ല? ഇന്നലെ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തിൽ ആദ്യത്തെ കാര്യം പറയുന്നത് മഹേഷ് പറഞ്ഞ റിപ്പോർട്ടിന്റെ അതാണ് മഹേഷിന്റെ ആരോപണം. അല്ല, താങ്കൾ അങ്ങനെ പറയരുത്. അല്ലല്ല, സിൻഡിക്കേറ്റ് അല്ല, ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ കാര്യം മഹേഷ് ഇന്നലെ പറഞ്ഞു ഉച്ചയ്ക്ക്. പക്ഷേ പിന്നീട് അല്ല, താങ്കൾ എതിർ നിലപാടെടുത്ത കാര്യം ഇവിടെ ചർച്ച ചെയ്തു വന്നത് പിന്നീട് വോട്ടെടുപ്പിന്റെ സമയത്ത്. പറയുന്നു ഇപ്പോൾ മഹേഷിനുള്ള മറുപടി അത്. അതായത് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ടിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്കവിടെ പറയാമായിരുന്നു. 1. 2, സിൻഡിക്കേറ്റിൽ ലതാദേവിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ അവർക്ക് എന്തിനാ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണം? ഉപസമിതിയുടെ നിർദ്ദേശം വേണമെന്നതിനെ സംബന്ധിച്ച് അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവരുടെ റേഡിംഗ് ആയിട്ട് അവിടെ എഴുതി ചേർക്കാമായിരുന്നു. അങ്ങനെ എഴുതി ചേർത്തു. അവർ എവിടെയാ? സിൻഡിക്കേറ്റ് കഴിഞ്ഞപ്പോൾ എഴുതി ചേർത്തു. ഏതാ? ഈ ഭൂമിയെ സംബന്ധിച്ചും രേഖകളെ സംബന്ധിച്ചുള്ള ഈ അക്കാദമിയുടെ വസ്തുവകകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാമുള്ള ചില കാര്യങ്ങൾ അവരുടെ അഭിപ്രായ ഭിന്നതയും അവർ അതുമായി ബന്ധപ്പെട്ട് വേറൊരു കമന്റ് എഴുതി ചേർത്തു. അത് മിനിറ്റ്സിന്റെ ഭാഗമാവുകയും ചെയ്യും, രേഖയിൽ വരും. ഇതിൽ കാര്യത്തിൽ എന്താ ചെയ്യാത്തത്? അതിന്റെ അർത്ഥം മഹേഷ് കക്കത്ത് ഇന്നലെ ഉച്ചയ്ക്ക് എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായി അടിസ്ഥാനരഹിതമാണെന്നാണ്. 2, സിൻഡിക്കേറ്റിലേക്ക് വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സിൻഡിക്കേറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ APCCയുടെ പ്രസിഡന്റ് കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശം കൊടുത്തു. ഏത് കാര്യത്തിലായാലും ഐകകണ്ഠേന ഇത് പിരിയരുത്, അത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണ്. ഇത് വോട്ടിനിട്ട് മാത്രമേ പിരിയാവൂ. പറയട്ടെ, ഞാൻ എൻ്റെ ബോധ്യത്തിലാണ് പറയുന്നത്. വോട്ടിനിട്ട് മാത്രമേ പിരിയാവൂ. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങൾ ഇത് ചെയ്തത്. അതിനോടും ഞങ്ങൾക്ക് യോജിക്കില്ല എന്ന് UDFിലെ തന്നെ 2 അംഗങ്ങൾ വേറൊരു ഘട്ടത്തിൽ പറഞ്ഞു. അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഞാൻ ചോദിക്കട്ടെ ശ്രീ മഹേഷ് കക്കത്തിനോട്, ഇങ്ങനെയൊരു ആരോപണം ഞങ്ങൾ അതുകൂടി എഴുതി ചേർത്താൽ നിയമപരിരക്ഷയില്ല, നിയമസാധുതയില്ലാത്ത അത്തരം കാര്യം ചെയ്യണമെന്ന് CPIയെ പോലൊരു സംഘടന അല്ലെങ്കിൽ AYFനെ പോലൊരു സംഘടന എന്തിനു വാശി? ഞാൻ ഇടപെടുകയാണ്. കക്കത്ത് മറുപടി. റഹീമേ,
റഹീമേ, ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ശുപാർശ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന്. നിങ്ങൾ ഈ മുൻവിധിയെല്ലാം മാറ്റിവെക്ക്. നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഏറ്റവും ന്യായമായ ഫൈൻഡിംഗ് ആയ നിങ്ങളുടെ റിപ്പോർട്ടിനെ തന്നെ ചോദ്യം ചെയ്യുന്നുള്ള ആശങ്കയല്ലേ റഹീം ഇപ്പം പങ്കുവെക്കുന്നത്. അപ്പം ഇത് തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങൾ തന്നെ പറയുകയാണ് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതായത് മഹേഷ് കക്കത്ത് ഈ മാനേജ്മെന്റിനെ പേടിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് എന്താണോ, ഇവർ നിയമപരമായി ഒരുപാട് പിൻബലമുള്ള ആളുകളാണ്, അതുകൊണ്ട് അവർക്കെതിരെ എന്തെഴുതി വെച്ചാലും അവർ അത് കോടതിയിൽ ചോദ്യം ചെയ്യും എന്ന് പേടിച്ചുകൊണ്ടാണോ ഈ CPM അംഗം ഉൾപ്പെടെയുള്ളവർ ഈ റിപ്പോർട്ട് എഴുതി വെച്ചതും സിൻഡിക്കേറ്റിൽ ബാക്കി കാര്യങ്ങൾ നടന്നതും? അതിനുശേഷം ഷാജഹാന്റെ ഒരു മറുപടിയും കൂടിയുണ്ട്. ഈ മഞ്ജുഷ, ഇതിനകത്ത് നമ്മൾ കുറേയും കൂടി ജനാധിപത്യപരമായി ചർച്ചയെ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇവർ സ്റ്റാറ്റ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു വഴി അടച്ചതെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ പ്രിൻസിപ്പാളിനുള്ള അപ്രൂവൽ പിൻവലിക്കാനുള്ള റൈറ്റ് സർവകലാശാലയ്ക്കുണ്ട്. പ്രിൻസിപ്പാളിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്ന സർവകലാശാലയാണ്. ഇന്ന് ആരോപണങ്ങൾ വന്നിരിക്കുന്നു, അത് വെച്ച് അവർക്ക് അവരുടെ തുടരാനുള്ള അവകാശമില്ല. സർവകലാശാല ആ റൈറ്റ് ഉപയോഗിക്കണം. സ്റ്റാറ്റ്യൂട്ടിനകത്ത് ഇവർക്കെതിരായ നടപടിക്ക് സാധ്യതയില്ലെങ്കിൽ ആ റൈറ്റ് ഉപയോഗിക്കണം. ഏത് റൈറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിലും വിദ്യാർത്ഥിക്ക് നീതി ലഭ്യമാക്കുക, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അവരുടെ വികാരം അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലെത്താൻ ഈ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള വഴി ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് ആരാണ്? അല്ല മഞ്ജുഷ, ഒരു കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ല. ഈ നാഗരാജ നാരായണൻ നേരത്തെ പറഞ്ഞെന്താണ്, ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പല്ലും നഖമില്ലാത്ത റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴേ തള്ളിപ്പോകുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടാണ് ഈ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നാഗരാജ നാരായണൻ പറഞ്ഞത്. നാഗരാജ നാരായണൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഇത് നിലനിൽക്കാൻ പോകുന്നതേയില്ല. അപ്പോൾ സ്വാഭാവികമായും മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടാണ് ഉപസമിതി റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതെന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തത് നാഗരാജ നാരായണൻ പറഞ്ഞത്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടൊരു കാര്യം പറഞ്ഞു തീർത്തേ പറ്റുള്ളൂ. നാഗരാജ നാരായണൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ആരോപണമല്ല. നാഗരാജ നാരായണൻ സർക്കാരിനെ പ്രതികരിക്കുന്ന ഒരു ഗവൺമെൻറ് പ്ലീഡറാണ്. വനം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് പ്ലീഡറാണ്. ആ നാഗരാജ നാരായണൻ ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കണമെന്നാണ് ഇത് സംബന്ധിച്ച സർക്കാരിൻ്റെ ചട്ടങ്ങൾ പറയുന്നത്. 2034/2017 എന്ന് പറഞ്ഞിട്ടൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് എന്താണ്? ലോ അക്കാഡമിയും സർക്കാരും തമ്മിലുള്ള കേസാണ്. ആ കേസിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുള്ള കേസിൽ സർക്കാർ പ്രതിയാണ്. അപ്പോൾ ആ പ്രതിയായിട്ടുള്ള ആ റെസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആ സർക്കാരിന് വേണ്ടി വാദിക്കാൻ ചുമതലയുള്ള ഗവൺമെൻറ് പ്ലീഡറായിട്ടുള്ള നാഗരാജ നാരായണൻ ആ സർക്കാരിനെ വഞ്ചിച്ചുകൊണ്ട്, ഇത് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റാണ്, വഞ്ചിച്ചുകൊണ്ട് വാദിക്ക് വേണ്ടി ഈ ചാനലിൽ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. മാത്രമല്ല ഈ ഉപസമിതിയുടെ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിന് അത്ര ഒരു പല്ലും നഖവും ഇല്ലാത്തതാണെന്ന് താങ്കൾ പറയുന്നു. ഇവിടെ ഈ ഉപസമിതിയും അതുപോലെ തന്നെ സിൻഡിക്കേറ്റിലെ ഇടത് അംഗങ്ങളും, CPI മാറ്റി നിർത്താം, CPM അംഗങ്ങൾ പറയുന്ന ഒരു കാര്യം, നിയമപരമായ പരിരക്ഷ മാനേജ്മെന്റിന് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ വലിയ കാര്യം ചെയ്തു എന്നാണ്. അതായത് മാനേജ്മെന്റുകളെ സഹായിക്കാതിരിക്കുന്നതിന് വേണ്ടി. പല്ലും നഖവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്, പല്ലും നഖവും ഇല്ലാത്തതാണ് ഈ റിപ്പോർട്ടെന്നും ഈ റിപ്പോർട്ട് കോടതിയിൽ നിലനിൽക്കുന്നില്ലെന്നും നാഗരാജ നാരായണൻ പറയുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ വരുന്നത് ഇന്ന് ഞാൻ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി നേതാക്കളുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞു 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇവർ SC/ST-ക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസ് ആക്ട് അതിൽ ലംഘിച്ചു എന്നുള്ളത് തെളിവ് സഹിതം ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ SC/ST കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഞങ്ങൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ കോളേജിലെ പെൺകുട്ടികൾക്കെതിരായി വളരെ മോശമായി പ്രിൻസിപ്പൽ പെരുമാറുന്നു എന്നുള്ള 2 പരാതികൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ 2 പരാതി സംബന്ധിച്ചും സിൻഡിക്കേറ്റ് ഉപസമിതി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. 2 കോളേജുകൾക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സിൻഡിക്കേറ്റ് അഫിലിയേഷൻ പിൻവലിച്ചിട്ടുണ്ട്. അതൊന്ന് PSCs കോളേജാണ്, മഞ്ജു സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മേരി മാതാ എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്, അവർക്കും അഫിലിയേഷൻ പിൻവലിച്ചിട്ടുണ്ട്. ഒറ്റ വാദം കൂടെ ഞാൻ പറയുന്നു. പന്തളം NSS കോളേജ് എന്ന് പറഞ്ഞാൽ NSSൻ്റെ കോളേജ് ഫീസ് എന്തോ ഒരു നിയമം ലംഘിച്ചതിന് അവരുടെ ഫീസ് 1,80,000 അടയ്ക്കണം എന്ന് സർവകലാശാല പറഞ്ഞു. അത് അടയ്ക്കാതിരുന്നപ്പോൾ ആ കോളേജിൻ്റെ അഫിലിയേഷൻ പിൻവലിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞ സിൻഡിക്കേറ്റാണ് പല്ല് നഖമില്ലാത്ത ഒരു റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി പറയുന്നത്, ഞാനല്ല പറയുന്നത്. അല്ല, അത് മാത്രമല്ല, സിൻഡിക്കേറ്റ് എന്നിട്ട് ഇടത് അംഗങ്ങൾ, ഇപ്പം CPM അംഗങ്ങൾ ചേർന്ന് ഇത് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന്. സർക്കാർ കാണിക്കുന്നത് എന്താണ്? ഇങ്ങനെയൊരു ചർച്ചയാണോ വേണ്ടത്? അല്ല മഞ്ജുഷ, ഞാനത് പെട്ടെന്ന് പറഞ്ഞു തീർത്തോളാം. ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ച കാര്യങ്ങളെന്നൊക്കെ പറയുന്നുള്ളൂ. ഒരു ഫോൺ കോളിൻ്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ഈ കേരളത്തിൽ ഇത്രയും വലിയൊരു പാർട്ടി, തുണിലും തുരുമ്പിലുള്ളൊരു പാർട്ടി
24,000-ത്തിലധികം പാർട്ടി ബ്രാഞ്ചുകളുള്ള ഈ വലിയ പാർട്ടി എന്തിനാണ് ഈ നാരായണൻ നായരെയും കോഴിക്കോട് കൃഷ്ണനായരെ കുറിച്ച് അത്രയും താഴണോ ഈ പാർട്ടിക്ക്? പിള്ളേരെ അവിടെ സമ്മതിക്കുന്നില്ല, പിള്ളേർക്കെതിരായി തെറ്റായിട്ടുള്ള നടപടികൾ ഈ പ്രിൻസിപ്പൾ എടുക്കുന്നു. അതുകൊണ്ട് ഈ പ്രിൻസിപ്പൾ മാറി നിൽക്കണമെന്ന് ഒരു ഫോൺ കോള് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കോഴിക്കോട് കൃഷ്ണനായരടുത്തോ അല്ലെങ്കിൽ നാരായണൻ നായരടുത്തോ പറയാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തിനാണ് ഈ ചെറിയ മാനേജ്മെൻറ്റിനടുത്ത് CPM-നെ പോലൊരു വലിയ പാർട്ടി എന്തിനാണ് ഇങ്ങനെ മുട്ടയിലെഴുതുന്നത്? എന്തർത്ഥമാണ് ഇതിനുള്ളത്? മറുപടി ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണനെതിരെ ശ്രീ ഷാജഹാൻ ഉന്നയിച്ച ആരോപണത്തിന് അദ്ദേഹത്തിന്റെ മറുപടിയും ഇടവേളയ്ക്ക് ശേഷം.